ഞാനങ്ങനെ എന്നെ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യാറേ ഇല്ല അല്ലേ. ഞാൻ ഇത്തരം കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറയുകയാണ്. ഞാൻ ഇങ്ങനെ ചില ആൾക്കാർ പുറകിലേക്ക് ചിന്തിക്കുക അങ്ങനെയുള്ള കാര്യം കഴിഞ്ഞ 30 വർഷങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പുസ്തകം വായിക്കുമ്പോഴാണ് ഞാൻ പല കാര്യങ്ങൾ അറിയുന്നത് അല്ലേ. നമ്മുടെ ആ സിനിമ ഈ സിനിമ നമ്മൾ ഇത്രയും ആൾക്കാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ പുറകിലേക്ക് പോകുക എന്ന് പറയുന്നത് ഭയങ്കര ജോലിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അതിൽ എനിക്കൊരു ഒരു താല്പര്യമില്ല, എനിക്കൊരു എക്സൈറ്റ്മെൻ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ തീർച്ചയായിട്ടും പുറകിലത്തെ കാര്യങ്ങളും ആലോചിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ അത് വളരെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ആലോചിക്കാറുള്ളൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് കൂടുതൽ പലരും ആലോചിക്കുന്നത്. ഞാൻ അന്ന് പറഞ്ഞു അന്ന് പറയാം, അവർ പുതിയൊരു പഠനത്തിൽ പറഞ്ഞ ഏതാണ്ട് 60,000 ചിന്തകൾ ആണ് ഒരു 24 hours ഒരാളുടെ ഇതിൽ കൂടെ പോകും. ചിലപ്പോൾ 60,000 ആയിരിക്കില്ല, 70,000 ആയിരിക്കും, 50,000. പക്ഷേ അവർ പറയുന്നത് അതിൽ 80% നിങ്ങൾ ഇന്നലെയും മിനിഞ്ഞാന്നത്തെയും 1 വർഷത്തെ 5 വർഷത്തെയും 10 വർഷം മുമ്പുള്ള കാര്യമാണ് ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് 80% പുതിയ കാര്യങ്ങളിലേക്ക് ചിന്തിച്ചൂടെ എന്നതാണ്. അപ്പോൾ ഞാൻ അത്തരത്തിൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഒരു പക്ഷേ നിങ്ങൾ അന്ന് ചെയ്തില്ലേ, അന്ന് എന്ന് പറയുന്നത് എനിക്കറിഞ്ഞൂടാ, അന്ന് ചെയ്തിരിക്കാം. അന്നിനേക്കാളും നമ്മൾ ഇന്നിനെ കൂടുതൽ വിശ്വസിക്കുന്നവരാണ്. പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അത്തരത്തിലേക്ക് ആൾക്കാരെ ഒരു പക്ഷേ 1000 പേരിൽ 2 പേര് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഉത്സവപ്പിറ്റേന്ന് എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് ഒരുപാട് പേര് എനിക്ക് മോഹൻലാൽ അത്തരം സിനിമകൾ ചെയ്ത കാര്യം കുറേ കുട്ടികൾ 3-4 പേര് ചെയ്തു എന്ന് പറയുന്നു. അതൊക്കെ വളരെ അത്യപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ സ്ഫടികം എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് ആരോ മുണ്ട് അഴിച്ചിട്ട് ഒരു ഇൻസ്പെക്ടർ തലയിലിട്ട് പിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ അടിച്ച് ഇല്ലാതാക്കുമല്ലേ പോലീസുകാർ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇതൊരു മേക്ക് ബിലീഫാണ്. ഒരുപാട് സിനിമ കണ്ടിട്ട് ബാങ്ക് റോബറി നടത്തി, അതൊക്കെ 1000 സിനിമകൾ നടക്കുമ്പോൾ ഒരു സിനിമയിലൂടെയാണ്. പക്ഷെ നേരെ തിരിച്ച് ചിന്തിച്ചാൽ ഇത്തരം സിനിമകളിലൂടെ ആരും നന്നായി എന്നും നമ്മൾ കേട്ടിട്ടില്ല ഇല്ലേ. തീർച്ചയായിട്ടും എൻ്റെ കഥയാണ്, എനിക്കിങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നതല്ലാതെ ഒരു സിനിമ കണ്ടിട്ട് ചീത്തയായവരും സിനിമ കണ്ടിട്ട് നല്ല ആൾക്കാരും ഉണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. എന്നാലും ചീത്തയാകാതിരിക്കട്ടെ ആൾക്കാർ. പിന്നെ നമ്മളിപ്പോൾ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നരസിംഹം എന്ന് പറയുന്ന സിനിമ അതിൻ്റെ അകത്തേക്ക് ഇറങ്ങി ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് തീവ്രമായ ഒരു സ്നേഹമുണ്ട്, ഒരു അച്ഛനും മകനും തമ്മിലുള്ള അല്ലേ. അത്തരം കാര്യങ്ങളാണ്. ഇപ്പോൾ 20-ാം നൂറ്റാണ്ടെന്ന് പറയുന്ന സിനിമയായാലും അതിൽ അമ്മയും മകനുമായിട്ട് വലിയ റിലേഷനുണ്ട്. ജയിലിൽ കിടക്കുന്ന ഒരു കുട്ടിയും ഇയാളുമായിട്ടുള്ള റിലേഷനുണ്ട്. കിരീടം എന്ന് പറയുന്നത് എന്തൊരു ബന്ധങ്ങളാണ്. അപ്പം തീർച്ചയായിട്ടും അതിനെ ഒരു സൂപ്പർഫിഷ്യലായിട്ടാണ് പിന്നെ ഈ സിനിമയെ ആൾക്കാർ കാണുന്നത്, ആക്ഷൻ മാക്കി. പക്ഷെ അകത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ അകത്ത് വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ സ്നേഹം എന്ന് പറയുന്നൊരു എലിമെൻ്റ് ഉണ്ട്. ഇപ്പം നരൻ എന്നൊരു സിനിമ അല്ലേ, അതിൽ ഭയങ്കര ആക്ഷനും ഇയാൾ എല്ലാവരെയും കാലുമടക്കി അടിക്കുക. പക്ഷെ അയാൾ ഏറ്റവും എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഒരു ക്വാളിറ്റി ഓഫ് സോൾ എന്ന് പറയുന്നത് ഈ കഥാപാത്രങ്ങൾക്കുണ്ട്. ഇപ്പോൾ സാഗർ ഇലിയാസ് ജാക്കി ആയാലും അയാൾക്ക് അയാളുടെ സുഹൃത്തിനെ രക്ഷപ്പെടുത്താനും അയാളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ രക്ഷപ്പെടുത്താനും നമ്മൾ കാണിച്ചിരിക്കുന്നത് അയാൾ ഏറ്റവും വലിയ നല്ല കാറിൽ പോകുന്നു അയാൾ. പിന്നെ സിനിമയുടെ ഒരുപാട് പോസിബിലിറ്റീസ് പതുക്കെ നടക്കുന്നു, മഴ പെയ്യുമ്പോൾ ഇടിക്കുന്നു, അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ വിഷ്വൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചേർത്തിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാതെ അതിലേക്ക് പോകുമ്പോൾ സ്നേഹമെന്ന് പറയുന്നൊരു വികാരം തീർച്ചയായിട്ടും അതിലുണ്ട്. പിന്നെ പിൽക്കാലത്താണ് ഞാൻ അറിയുന്നത് എപ്പോഴും മോഹൻലാൽ ഒരു ആണിന് വേണ്ടിയിട്ട് കൂടെ നിൽക്കുന്ന ഒരുപാട് സിനിമകളിൽ നമ്മളുടെ കൂടെ പാരലായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് അതും ഒരു സ്നേഹത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്.